ബെഞ്ചമിൻ നെതന്യാഹു ജീവനോടെയുണ്ടോ? പലവിധ അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരക്കുന്നത്. പുറത്തുവരുന്ന വീഡിയോകൾ നിരവധി, അതിൽ നടക്കുന്ന ഫാക്ട് ചെക്ക് ഒക്കെ വലിയ വാർത്തകളാണ്. സമൂഹ മാധ്യമമായ എക്സിൽ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സാധാരണക്കാർക്കൊപ്പം നെതന്യാഹു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതുമാണ് പുതിയ വീഡിയോയിലുള്ളത്. എന്നാൽ ഇതും AI നിർമ്മിതമാണെന്ന് പറയുന്നുണ്ട് ചിലർ. അപ്പോൾ ആ അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാനെതിരായ ഇസ്രായേൽ US യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമായത്. എന്നാൽ ഇതിനിടെ നെതന്യാഹുവിന്റെ ഒരു വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. പക്ഷേ ഈ വീഡിയോയിൽ നെതന്യാഹുവിന്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നതായി ചിലർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ വീഡിയോ AI നിർമ്മിതമാണെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ അവകാശവാദം. ഇതോടെ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. എന്നാൽ പിന്നാലെ മറ്റൊരു വീഡിയോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ചു. ജെറുസലേമിലെ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കാപ്പി കുടിക്കുന്ന വീഡിയോയാണ് നെതന്യാഹു പങ്കുവച്ചത്. താൻ മരിച്ചെന്ന കിംവദന്തികളെക്കുറിച്ച് അദ്ദേഹം ആ വീഡിയോയിൽ തമാശ പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇരു കൈകളും ഇങ്ങനെ ഉയർത്തി വിരലുകൾ എണ്ണി നോക്കാനും അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയും AI നിർമ്മിതമാണെന്നായിരുന്നു എക്സിലെ ചാറ്റ് ബോട്ടായ ഗ്രോക്കിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ എക്സ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സാധാരണക്കാർക്കൊപ്പം നെതന്യാഹു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതുമാണ് പുതിയ വീഡിയോയിലുള്ളത്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നതും കൂടുതൽ ആളുകളുമായി സംസാരിക്കുന്നതും പുതുതായി പങ്കുവച്ച വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം. טוב? קצת לספוג שמש. שלום לכם. של מי הכלב? איזה סוג זה? נענית, ישראלית. נענית ישראלית, כל הכבוד. טוב, גם לה מגיע קצת. ישראלית אמיתית. יאללה, לכולכם מגיע. כן, כן. יצאתם להתעורר קצת? כן. יפה מאוד. תראה, לירושלים יש משהו יותר יפה מזה? אין על ירושלים. אין על ירושלים. נהדר. הוא השתגע מזה. שמע, אני זוכר את זה. אתה זוכר? קוראים לו גיא. זה היה במטוס. אוקיי, תמסרו לו דש. איזה יופי. שלום. שלום לכם. גם אתם יצאתם קצת להתעורר? כמובן שיש מרחב מוגן. מרחב מוגן, איפה הוא, את יודעת? ממש שמה, בטח. א' ב' זה לבדוק. כמה צעדים מכאן, נכון? כמה צעדים. יופי, זה הכי חשוב. צה"ל ינצח ואנחנו נשמור על עצמנו. מצוין, זה בדיוק. חד משמעית. את אמרת הכי טוב. הציבור מבין את העניין. אבל הנה הפרט הכי חשוב, איך קוראים לך? שיר. מה ששיר אמר, ואת? שיר גם. יש לנו 2 שירים כאן. מה ששיר ושיר אמרו זה הדבר המרכזי. צריך להבין, זה דורש אורך רוח, אבל זה גם אפשר לפעמים לצאת לרוח, להתאוורר, אבל תמיד להיות ליד מרחב מוגן, וגם פה יש. ജെറുസലേമിൽ നെതന്യാഹു പൊതുജനങ്ങളുമായി സംസാരിക്കുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമാണ് പുതിയ വീഡിയോയിൽ ഉള്ളത്. എത്ര മനോഹരം, വളരെ നന്ദി, കുറച്ച് വെയിൽ കൊള്ളാം എന്നൊക്കെ നെതന്യാഹു ഇതിനിടയിൽ പറയുന്നത് കേൾക്കാം. ഇടയ്ക്കൊരു നായയെ ശ്രദ്ധിക്കുകയും ഇതാരുടെ നായാണെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുമുണ്ട്. മുഖത്തെ ചുളിവുകളൊക്കെ എടുത്തു കാട്ടുന്ന തരത്തിലാണ് ക്യാമറ പോകുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചുളിവുകളില്ല, അതുകൊണ്ട് തന്നെ അത് AI ആണ് തുടങ്ങിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുഖത്തെ ചുളിവുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതും ഫേക്കാണ് എന്ന തരത്തിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ഒരു മോതിരം അപ്രത്യക്ഷമാകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോയും ഡീപ്പ് ഫേക്കാണ് എന്ന ചില അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ഇങ്ങനെ നീങ്ങുമ്പോൾ അതിൽ മോതിരം ഒരു ഭാഗത്ത് മോതിരമുണ്ട്, മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ മോതിരം അപ്രത്യക്ഷമാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. יצאתם להתעורר קצת? כן. יצאתם להתעורר קצת? ഇറാനിലെ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പേർഷ്യൻ പുതുവത്സര ആഘോഷമായ നൗറൂസിന് മുന്നോടിയായാണ് അദ്ദേഹം ആശംസ നേർന്നിരിക്കുന്നത്. ഇറാനിലെ ധീരരായ ജനങ്ങൾക്ക് പ്രകാശം നിറഞ്ഞ സന്തോഷകരമായ അവധിക്കാലം ആശംസിക്കുന്നു എന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്.
നിങ്ങൾക്കെല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു പുതിയ തുടക്കം ആശംസിക്കുന്നുവെന്നും നെതന്യാഹു ഇതിൽ പറയുന്നു. കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നെതന്യാഹുവിന്റെ ഈ പുതിയ വീഡിയോ സന്ദേശവും പുറത്തു വരുന്നത്. അപ്പോൾ ആ വീഡിയോ സന്ദേശം കൂടി കേൾക്കാം. To the brave people of Iran, I wish you, as I do every year, a happy holiday season beginning with the Festival of Lights. It signifies the age-old belief of the Iranian people that light will triumph over darkness, that good will triumph over evil. This year, this holiday has special meaning. Celebrate it with your friends, your family, your loved ones. I take this opportunity to wish you a happy Nowruz, a year of freedom, a new beginning of hope to all of you, my dear friends. Nowruz Piruz, Payonde Iran. ഓരോ വീഡിയോ പുറത്തു വരുമ്പോഴും അതിൽ പല വിധത്തിലുള്ള അസ്വാഭാവികതകൾ കണ്ടെത്തുകയാണ് സാങ്കേതിക വിദഗ്ധർ. AI ആണ് എന്ന തരത്തിലുള്ള വലിയ വാദം ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം നെതന്യാഹു സുരക്ഷിതനാണ് എന്ന തരത്തിലുള്ള മറുവാദങ്ങളുണ്ട്. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അഭ്യൂഹങ്ങൾ പോലും ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രമാണ് എന്ന് അതിനെ വിശകലനം നടത്തുന്നതുമൊക്കെ നമുക്ക് കാണാം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നെതന്യാഹു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വരുന്ന വീഡിയോകൾ സംബന്ധിച്ചും ആ അഭ്യൂഹങ്ങളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചില ഇസ്രായേലിലുള്ള മലയാളികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ എല്ലാം സാധാരണ നിലയിൽ എന്നതാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള യാതൊരു അഭ്യൂഹങ്ങൾക്കും അവിടെ ഒരു സാധ്യതയും സാഹചര്യവും ഇല്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ ചോദ്യമായി ഉയർന്നിരിക്കുകയാണ് നെതന്യാഹു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം. അതിൽ ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഓരോ വീഡിയോ പുറത്തു വരുമ്പോഴും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരികയാണ്, ആ രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. എന്തായാലും അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.